നമസ്കാരം, സ്പോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. കേച്ചേരിയിൽ കാറുകൾ കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. 8 പേർക്ക് പരിക്കേറ്റു. അക്കിക്കാവ് റോഡിൽ കൂമ്പുഴ പാലത്തിന് സമീപം ബൊലോറോ ജീപ്പും കാറും കൂട്ടിയിടിച്ചായിരുന്നു അപകടം. ഇന്ന് പുലർച്ചെ 1:11 അപകടമുണ്ടായത്. കുറ്റിപ്പുറം അമ്പാല വീട്ടിൽ മുഹൈമീനാണ് മരിച്ചത്. കാലടി പ്രേക്ഷിതാരം കോൺവെന്റിലെ സിസ്റ്റർമാരും ഡ്രൈവറും ഉൾപ്പെടെ 5 പേർക്കും മറ്റൊരു കാറിലുണ്ടായിരുന്ന 3 പേർക്കും പരിക്കേറ്റു. കാലടി സ്വദേശി തിരുതനത്തിൽ വീട്ടിൽ ജോസഫിന്റെ മകൾ സിസ്റ്റർ സാലസ്, ഇടുക്കി രാജകുമാരി സ്വദേശി പന്തതലയ്ക്കൽ വീട്ടിൽ ജോണിന്റെ മകൾ സിസ്റ്റർ ജെയിൻ ട്രീസ, എറണാകുളം കാഞ്ഞൂർ സ്വദേശി കുഴുപ്പള്ളി വീട്ടിൽ ഔസേപ്പിന്റെ മകൾ സിസ്റ്റർ ജോസിറ്റ, കോഴിക്കോട് കുറ്റ്യാടി സ്വദേശി കടത്തുറക്കുന്നൽ വീട്ടിൽ ദേവസിയുടെ മകൾ സിസ്റ്റർ ടെസ്നി എന്നിവർക്കും ഇവർ സഞ്ചരിച്ച വാഹനത്തിന്റെ ഡ്രൈവറായ കാലടി ചെങ്ങൽ സ്വദേശി അപ്പേരിയിൽ വീട്ടിൽ അബ്ദുള്ളയുടെ മകൻ സക്കീറിനുമാണ് പരിക്കേറ്റത്. ഇവർക്കു പുറമെ കുറ്റിപ്പുറം അമ്പാല വീട്ടിൽ മുഫള്ളിൽ, ബാസിദ്, മാജിദ് എന്നിവർക്കും പരിക്കുണ്ട്. അപകടം നടന്നയുടനെ കേച്ചേരി ഹനീഫ ക്ലിനിക് ആംബുലൻസ് പ്രവർത്തകരും എക്സ് ആംബുലൻസ് പ്രവർത്തകരും സ്ഥലത്തെത്തി പരിക്കേറ്റവരെ കുന്നംകുളം മലങ്കര ആശുപത്രിയിലും അമല ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. അപകടത്തിൽ ഇരുവാഹനങ്ങളുടെയും മുൻവശം പൂർണ്ണമായും തകർന്നു. എരുമപ്പെട്ടി പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. അപകടത്തെ തുടർന്ന് മേഖലയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. പെരുമ്പിലാവിലുണ്ടായ കത്തിക്കുത്തിൽ 2 യുവാക്കൾക്ക് പരിക്കേറ്റു. പെരുമ്പിലാവ് ആനക്കല്ലിൽ ഞായറാഴ്ച വൈകിട്ട് 5:30 സംഭവം. ആനക്കല്ല് ചാണാശ്ശേരി വീട്ടിൽ സുരേന്ദ്രന്റെ മകൻ 24 വയസ്സുള്ള ശ്രീനാഥൻ, സുഹൃത്തായ പെരുമ്പാലയിൽ 23 വയസ്സുള്ള ശ്രീനാഥ് എന്നിവർക്കാണ് കുത്തേറ്റത്. ആനക്കല്ല് സ്വദേശി ഗോപാലൻ എന്ന് വിളിക്കുന്ന 45 വയസ്സുള്ള സന്തോഷാണ് ഇരുവരെയും ആക്രമിച്ചതെന്ന് പറയുന്നു. പരിക്കേറ്റവർ പെരുമ്പിലാവിലെയും കുന്നംകുളത്തെയും ആശുപത്രികളിൽ ചികിത്സ തേടി. സംഭവത്തിൽ കുന്നംകുളം പോലീസ് അന്വേഷണം ആരംഭിച്ചു. മുൻവൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്ന് പറയുന്നു. ആക്രമണത്തിന് ശേഷം രക്ഷപ്പെട്ട സന്തോഷിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ആഴ്ചയിൽ ഒരു ദിവസം കളർ ഡ്രസ് എന്ന ആശയം ആകർഷകമാണെന്നും നടപ്പാക്കാൻ ശ്രമിക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പറഞ്ഞു. ബാക്ക് ബെഞ്ച് രീതി ഒഴിവാക്കുമെന്നും ആർത്തവ അവധി പോസിറ്റീവായി കാണണമെന്നും ഭ്രഷ്ട് കൽപ്പിച്ചിരുന്നത് പഴയ കാലമാണെന്നും അദ്ദേഹം പറഞ്ഞു. ആർത്തവ ദിവസങ്ങളിൽ കടുത്ത ശാരീരിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന നിരവധി കുട്ടികളുണ്ട്. അതുകൊണ്ട് തന്നെ ഇളവ് നൽകുക എന്നത് മാത്രമാണ് കാണുന്നത്. ആരെയും മാറ്റി നിർത്താൻ ഉദ്ദേശിച്ചല്ല തീരുമാനമെന്നും മന്ത്രി പറഞ്ഞു. 3 ലക്ഷം കുരുന്നുകൾ ആദ്യമായി ഇന്ന് വിദ്യാലയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കുട്ടികൾക്ക് നന്മകൾ നേരുന്നു. സമാധാനമായി സ്കൂൾ ദിനങ്ങൾ വിദ്യാർത്ഥികൾക്ക് നേരുന്നു. പാഠപുസ്തകങ്ങളടക്കം എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. അവധി പ്രഖ്യാപനത്തിൽ കൃത്യമായ രീതി കൊണ്ടുവരുമെന്നും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. രാജ്യത്ത് വീണ്ടും പാചകവാതക വില കൂടി. വാണിജ്യ സിലിണ്ടറുകൾക്ക് 46 രൂപയാണ് കൂടിയത്. 19 കിലോ സിലിണ്ടറിന് 3131 രൂപയാണ് പുതിയ വില. ഗാർഹിക സിലിണ്ടർ വിലയിൽ മാറ്റമില്ല. പുതുക്കിയ വില ഇന്ന് അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. ഫെബ്രുവരിയിൽ പശ്ചിമേഷ്യൻ സംഘർഷം ആരംഭിച്ചതിനു ശേഷം ഇത് 4ാം തവണയാണ് വാണിജ്യ സിലിണ്ടറിന്റെ വില വർദ്ധിക്കുന്നത്. മെയ് 1-ന് 19 കിലോ വരുന്ന വാണിജ്യ സിലിണ്ടറിന് ഒറ്റയടിക്ക് 993 രൂപ വർദ്ധിപ്പിച്ചിരുന്നു. കാട്ടകാമ്പാൽ പഞ്ചായത്തിൽ വർഷങ്ങളോളം ഗതാഗത യോഗ്യമല്ലാതെ കിടന്നിരുന്ന അരുവായി സബ് റോഡ് കോൺക്രീറ്റ് ചെയ്ത് പണി പൂർത്തീകരിച്ചു. റോഡിന്റെ ഉദ്ഘാടനം കാട്ടകാമ്പാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയശങ്കർ നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും വാർഡ് മെമ്പറുമായ മിനി ഐപ്പ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ജിഷ്ണു മണികണ്ഠൻ, എം ഉദയശങ്കർ, സുനിൽ അരുവായി, ജോർജ് മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. 4,97,000 രൂപയോളം ചെലവഴിച്ചാണ് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സഹകരണത്തോടെ റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ മധുരപലഹാരവും വിതരണം ചെയ്തു. മിൽമ പാലിനും തൈരിനും ഇന്നു മുതൽ വില കൂടും. പാൽവില ലിറ്ററിന് 4 രൂപയും തൈരിന് കിലോഗ്രാമിന് 10 രൂപയുമാണ് വർദ്ധിക്കുക. പുതിയ പാക്കറ്റുകൾ വരുന്നതുവരെ പഴയ വില പ്രിന്റ് ചെയ്ത കവറുകളിലായിരിക്കും പാൽ കിട്ടുക. നെയ്യടക്കം മറ്റു ഉൽപ്പന്നങ്ങൾക്കും വൈകാതെ വില ഉയരും. മറ്റു പാൽ ഉൽപ്പന്നങ്ങൾക്കും വരും ദിവസങ്ങളിൽ വില ഉയർന്നേക്കും. കർഷകരുടെ നിരന്തര ആവശ്യം പരിഗണിച്ചാണ് വില വർധന. പാചകവാതകത്തിനും പാലുൽപ്പന്നങ്ങൾക്കും വില കൂടിയതോടെ ഹോട്ടൽ ഭക്ഷണത്തിന് ഇനിയും ചിലവ് കൂടും. ഹോട്ടൽ ഉടമകളും ആശങ്കയിലാണ്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചാലിശ്ശേരി യൂണിറ്റ് ജനറൽ ബോഡി യോഗവും 2026-28 വർഷത്തേക്കുള്ള ഭാരവാഹി തെരഞ്ഞെടുപ്പും വ്യാപാര ഭവനിൽ തൃത്താല മണ്ഡലം പ്രസിഡന്റ് KR ബാലൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് അഹമ്മദ് ഉണ്ണി അധ്യക്ഷനായി. SSLC, +2 മറ്റ് ഉന്നത പരീക്ഷകളിൽ വിജയം കൈവരിച്ച വ്യാപാരികളുടെ മക്കളെ ചടങ്ങിൽ ആദരിച്ചു. പാലക്കാട് ജില്ലാ വൈസ് പ്രസിഡന്റ് TP ഷക്കീർ മുഖ്യ വരണാധികാരിയായി. ജനറൽ സെക്രട്ടറി ഷബീർ PI, ട്രഷറർ ബിനോയ് ഡേവിഡ്, രക്ഷാധികാരി ഇബ്രാഹിംകുട്ടി, MM വൈസ് പ്രസിഡന്റ് CV മണികണ്ഠൻ, സെക്രട്ടറി റഫീഖ് വാസ് എന്നിവർ യോഗത്തിൽ സംസാരിച്ചു. 2026-28 വർഷത്തെ ഭാരവാഹികളായി MM അഹമ്മദുണ്ണി പ്രസിഡന്റ്, PI ഷബീർ ജനറൽ സെക്രട്ടറി, ബിനോയ് ഡേവിഡ് ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു.
പഴഞ്ഞി പെരുന്തുരുത്തി എയ്ഡഡ് LP സ്കൂളിന്റെ നവീകരിച്ച കെട്ടിടം കാട്ടകാമ്പൽ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ KM റസാഖ്, പഞ്ചായത്ത് അംഗം PP അഖിൽ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. മാർ ബസേലിയോസ് ഓർത്തഡോക്സ് പള്ളി വികാരി ഫാദർ ഡോക്ടർ സണ്ണി ചാക്കോ കെട്ടിട കൂദാശ നിർവഹിച്ചു. മാനേജർ CC സഖറിയ, പ്രധാന അധ്യാപിക സുജ C ജോർജ്, KP മോഹനൻ, ട്രസ്റ്റി ഗീവർ K സൈമൺ എന്നിവർ നേതൃത്വം നൽകി. SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ CPIM കാട്ടകാമ്പാൽ കാഞ്ഞിരത്തിങ്കൽ ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. CPIM കാഞ്ഞിരത്തിങ്കൽ ബ്രാഞ്ച് സെക്രട്ടറി സ്റ്റാൾസൺ CS മൊമെന്റോ നൽകി അനുമോദിച്ചു. ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങളായ CP ഷാജൻ, KK ഗോപി, ശ്യാമള മണി, KK ഷമീർ, സൈജൻ C സൈമൺ, അനുമോൻ C തമ്പി, സിജോ PJ എന്നിവർ പങ്കെടുത്തു. പെരുമ്പിലാവ് പരുവക്കുന്ന് വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാർഡിലെ +2 SSLC വിജയിച്ച മുഴുവൻ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു. പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന അനുമോദന ചടങ്ങ് KPCC മെമ്പർ ജോസഫ് ചാലിശ്ശേരി ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് PK ദേവദാസ് അധ്യക്ഷത വഹിച്ചു. വാർഡ് കോൺഗ്രസ് കമ്മിറ്റി ഏർപ്പെടുത്തിയ വിദ്യാഭ്യാസ പുരസ്കാരം കാട്ടകാമ്പാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ജയശങ്കർ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് നിഷ അരേഗത്ത്, ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി CK സുലൈമാൻ, വാർഡ് പ്രസിഡന്റ് ഹസനാർ, വാർഡ് മെമ്പർ ജാസ്നി ഹസനാർ, മണ്ഡലം കോൺഗ്രസ് ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. കടവല്ലൂർ കല്ലുംപുറം ക്രിസ്ത്യൻ കോപ്പറേറ്റീവ് ഫെലോഷിപ്പിന്റെ 21ാം വാർഷിക പൊതുയോഗം നടത്തി. CI വർഗീസ് മെമ്മോറിയൽ ഹാളിൽ നടന്ന വാർഷിക യോഗത്തിൽ പ്രസിഡന്റ് റെന്നി ചെറുവത്തൂർ അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി സിജു ചുമാർ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ ബിജു താരുക്കുട്ടി വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. 2025-26ലേക്കുള്ള പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് റെന്നി ചെറുവത്തൂർ, ജനറൽ സെക്രട്ടറി സിജു ചുമാർ, ട്രഷറർ ബിജു താരുക്കുട്ടി, വൈസ് പ്രസിഡന്റ് IG പുലിക്കോട്ടിൽ, ജോയിന്റ് സെക്രട്ടറി ഷിജു മാത്തപ്പൻ, ജീവകാരുണ്യ പ്രവർത്തന വിഭാഗം കൺവീനർ ജോസ് വൈദ്യർ എന്നിവരെയും 10 അംഗ കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു. സംഘടനയുടെ 21ാം കുടുംബസംഗമം ജൂലൈ 12 ഞായറാഴ്ച നടത്തുവാനും യോഗത്തിൽ തീരുമാനമായി. ഇതോടെ സ്പോട്ട് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.